ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബുൽ ജനായിസ് സബഖ് 44. വലുജിത്തമഅ ഐ ഇസ്നാനി ഫീ ദർജത്തിൻ. ഒരു ദർജയിൽ രണ്ട് പേര് ഒരുമിച്ച് കൂടിയാൽ, കബിനൈനി ഔ അഖവൈനി, രണ്ട് മകനെ പോലെ അല്ലെങ്കിൽ രണ്ട് സഹോദരങ്ങളെ പോലെ, ഔ ഇബ്നൈ അമ്മിൻ, അല്ലെങ്കിൽ അമ്മിൻ്റെ രണ്ട് മക്കളെ പോലെ. ഏത് നിലയിൽ? വലൈസ അഹദുഹുമ, ആ രണ്ടിലൊരാളല്ല, അഖല്ലി ഉമ്മിൻ, ഉമ്മയൊത്ത സഹോദരനല്ല. അങ്ങനെ ഒരുമിച്ച് കൂടിയാൽ, വകുല്ലുൻ, ഇവരെല്ലാവരും അഹ്ലുൻ ലിൽ ഇമാമത്തി, ഇവരെല്ലാം ജനാസ നിസ്കാരത്തിന് ഇമാമത്തിന് അർഹരായവരാണ്. അപ്പം പിന്നെ ഇവിടെ ആരെയാണ് മുന്തിക്കുക? അപ്പോൾ ഫൽ അസന്നു ഫിൽ ഇസ്ലാമി, ഇസ്ലാമിലായി ഏറ്റവും പ്രായമുള്ള ആള്, അൽ അദ്ലു, നീതിമാനുമായ, അസന്നാണ്, ഔല മിനൽ അഫ്ഖഹി വനഹ്വിഹി, അഫ്ഖഹ് പോലെയുള്ളവരെക്കാൾ ഏറ്റവും ഔലയായത് അസന്നായ വ്യക്തിയാണ്. അലൻ നഫ്സി, മദ്ഹബിലെ നസ്സായ അഭിപ്രായം അനുസരിച്ച്. ബിഖിലാഫി മാ മറ ഫി ബഖിയത്തി സലവാത്തി, മറ്റ് നിസ്കാരങ്ങളിൽ മുമ്പ് പറഞ്ഞ ഒന്നിനെതിരായിട്ട്. കാരണം അവിടെ അഫ്ഖഹിനെയാണ് മുന്തിക്കേണ്ടത്. അതെന്താ കാരണം? അതിനെതിരായിട്ട് ഇവിടെ ഇങ്ങനെ പ്രായമുള്ള ആളെ മുന്തിക്കണമെന്ന് പറഞ്ഞത് കാണല്ലേ? അന്നൽ വാറല്ല ഹുന, ഇവിടെയുള്ള ഉദ്ദേശ്യം അദ്ദുആഉ, പിന്നെ പ്രാർത്ഥന എന്നതാണ്, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. വദുആഉൽ അസന്നി, പ്രായമുള്ള ആളുടെ പ്രാർത്ഥന, അഖറബു ലിൽ ഇജാബത്തി, അത് ഇജാബത്തിലേക്ക് ഏറ്റവും അടുത്തതാണ്. അതുകൊണ്ട് അമ്മ ഇതാക്കാന അഹദുഹുമ, അപ്പോൾ അവർ രണ്ടിൽ ഒരാളായി, അഖല്ലി ഉമ്മിൻ, ഉമ്മയത്തെ സഹോദരനായി കഴിഞ്ഞാൽ, അപ്പോൾ യുഖദ്ദമു, ആ ഉമ്മയത്തെ സഹോദരനെ മുന്തിക്കപ്പെടണം. ഇൻകാനൽ ആഖറു, മറ്റേ ആളായാലും ശരി, അസന്ന പ്രായമുള്ള ആളാണെങ്കിലും ശരി, ഉമ്മത്തെ സഹോദരനെ മുന്തിക്കണം. അപ്പോൾ വല എരിതു അലിൽ മത്തിനി, അപ്പോൾ ഈ മത്തിനിൻ്റെ മേൽ ഇവിടെ ഇഷ്കാല് വരില്ല, ഇത്രാത് വരില്ല. മത്തിനിലിപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അസന്നിനെ മുന്തിക്കണമെന്നാണല്ലോ പറഞ്ഞത്. അതിൻ്റെ മേൽ ഈ പറഞ്ഞത് ഇത്രാതാവില്ല. കാരണം എന്തായാലും അന്നഹുമ, അവർ രണ്ടുപേരും ലൈ യസ്തവിയ ഹീനയിദിൻ, അങ്ങനെ ഒരാൾ ഉമ്മയത്ത് സഹോദരനാകുന്ന സന്ദർഭത്തിൽ എന്തല്ല, രണ്ടുപേരും ഒരു ദറജയിൽ സമമായ ആളുകളല്ല. അതുകൊണ്ടാണ് ഈ ഉമ്മയത്ത് സഹോദരനെ മുന്തിക്കുക. പിന്നെ ഇത്രാത് വരില്ല എന്ന് പറയാൻ കാരണം, പിന്നെ ആ ഒരു രണ്ടുപേരും എന്തല്ല, സമമായിട്ടില്ല. അതുകൊണ്ട് ഇത്രാത് വരില്ല. ഇനി പിന്നെ അഖുല്ലി ഉമ്മിനെ മുന്തിക്കണമെന്ന് പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ ഇമാം അറ മുമ്പ് പറഞ്ഞ ഒന്നിനു വേണ്ടി, അന്ന ഖറാബത്തൽ ഉമ്മി മുറജ്ജിഹത്തുൻ, ഉമ്മയുടെ ഖറാബത്ത് അത് എന്താണ്, റാജിഹാക്കുന്നതാണ്, തർജീഹിന് സാലിഹത്തായതാണെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉമ്മത്ത് സഹോദരനോടെ മുന്തിക്കണം. ഇനിസ്തവയ സിന്നൻ, വയസ്സിൽ ഇവർ ഒരേ ദർജയിലുള്ള രണ്ടുപേരും സമമായാൽ, ഖുദ്ദിമൽ അഹഖു, അപ്പോൾ എന്താണ്, അഹഖു ബിൽ ഇമാമത്തി, ഇമാമത്ത് കൊണ്ട് ഏറ്റവും അർഹനായ ആളെ മുന്തിക്കണം. അർഹത എന്തുകൊണ്ട് അർഹത? ബി ഫിഖ്ഹിൻ വൈരിഹി ഇമാം അറ, ഫിഖ്ഹ് അതുപോലെ തന്നെ പിന്നെ മുമ്പ് പറഞ്ഞതായ ഫിഖ്ഹ് അല്ലാത്ത മറ്റു ഗുണങ്ങളും ഒക്കെ കൊണ്ട് ഏറ്റവും അർഹരായ ആളെ മുന്തിക്കണം. അപ്പോൾ ഇനിസ്തവയ, അപ്പം അവർ രണ്ടും സമമായി ഫിൽ കുല്ലി, ഈ പറഞ്ഞ എല്ലാത്തിലും, ഫിഖ്ഹിലും ഖിറാഅത്തിലും എല്ലാത്തിലും എന്താണ്, പിന്നെ രണ്ടുപേരും സമമാണെങ്കിൽ ഉഖരി, അപ്പോൾ അവിടെ നറുക്കിടപ്പെടണം. എന്നിട്ട് നറുക്ക് വീഴുന്നവർ അതിന് അനുസരിച്ച് പിന്നെ ഇമാമത്ത് നിൽക്കണം. ദഖല ഫിൽ അഹ്ലി, ഇവിടെ എല്ലാവരും കുല്ലുൻ അഹ്ലുൻ ലിൽ ഇമാമത്ത്, ഇങ്ങനെ ഒരേ ദർജയിൽ വരുമ്പോൾ ആ ദർജയിലുള്ളവരെല്ലാം ഇമാമത്തിന് അർഹരാണ് എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞ ആ അഹ്ലിൽ പ്രവേശിച്ചു ആര്? മൻ, ഒരാളും പ്രവേശിച്ചു. ആളാരാണ്? ലാ യഅരിഫു, അയാൾക്ക് അറിയുകയില്ല, വൈറ മുസഹി സ്വലാത്തി, നിസ്കാരത്തെ സഹിയാക്കുന്ന കാര്യങ്ങളല്ലാതെ അറിയില്ല. നിസ്കാരത്തിൻ്റെ അർക്കാനുകളെല്ലാം അറിയാം, അതല്ലാത്ത മറ്റൊന്നും അറിയില്ല. അങ്ങനത്തെ ആള് ഈ പറഞ്ഞ അഹ്ലിൽ പ്രവേശിച്ചു. അപ്പോൾ അയാളെന്ത് ചെയ്യണം? ഇപ്പോൾ യുഖദ്ദമു,
ആ മുസഹിഹ് സ്വലാത്തായ ആളിനെ എന്ത് ചെയ്യണം? പിന്നെ മുസഹിഹ് സ്വലാത്തിനെ അറിയുന്നതായ ആളെ മുന്തിക്കപ്പെടണം. പക്ഷേ ഇല്ല മാൽ ഇസ്തിവാ ഫി ദറജത്തി, ദറജയിൽ സമമാവരോടുകൂടെ ആയാലൊഴികെ. ആ ദറജയിൽ സമമാകുന്നതിനെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്ത് വന്നത്. അപ്പോൾ ആ ദറജയിൽ സമമാകലോടുകൂടെ ആയാലൊഴികെ. അങ്ങനെ സമമായാലോ ഫൽ ഔജഹു, അപ്പോൾ എന്താണ് ഏറ്റവും ഔജഹ്? എന്താണ്? തഖ്ദീമുൽ ഫഖീഹി, പിന്നെ ഫഖീഹിനെ മുന്തിക്കുക. അല നഹ്വിൽ അസിന്നി വൈറുൽ ഫഖീഹി, ഫഖീഹ് അല്ലാത്ത അസന്നി, പ്രായമുള്ള ആളെക്കാൾ, അസന്നിനെ പോലെയുള്ളവരെക്കാൾ പിന്നെ ഫഖീഹിനെ എന്ത് ചെയ്യണം? മുന്തിക്കണം. പിന്നെ അവിടെ ഷെർവാനിയിൽ അവിടെ നിഹായയുടെ ഇബാറത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഷെർവാനി ഇബാറത്തു നിഹായ, നിഹായയുടെ ഇബാറത്ത് വ ഖദിയത്തു കലാമിഹിം തഖ്ദീമുൽ ഫഖീഹി അലൽ അസന്നി ഗൈറുൽ ഫഖീഹി. അവരുടെ കലാമിൻ്റെ ഖദിയ ഫഖീഹ് അല്ലാത്ത അസന്നിനേക്കാളും ഫഖീഹിനെ മുന്തിക്കണമെന്നാണ് എന്ന് ഈ നിഹായയുടെ ഇബാറത്ത് വഹുവ ലാഹിറുൻ, അത് ലാഹിറായ ഇബാറത്താണ്. പിന്നെ ഇവിടെ ദഖലഫിൽ അഹ്ലി എന്ന് പറഞ്ഞ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ ഇബാറത്തിനേക്കാളും ലാഹിറായ ഇബാറത്തതാണ്. എന്നിട്ട് പറയുന്നു വൽ ഇല്ലത്തു സാബിഖത്തു, അപ്പോൾ പിന്നെ മുമ്പ് പറഞ്ഞ ഇല്ലത്ത് ഇവിടെ ഷെർവാനി പറയാണ് ലാ തുഖാലിഫുഹു, അത് ഇപ്പോൾ ഈ പറഞ്ഞതിനോട് എതിരല്ല. മുമ്പ് പറഞ്ഞ ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആള് ദുആയിലേക്ക് ഏറ്റവും അക്രബായ ആളാണ് എന്ന് ഇല്ലത്ത് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഫഖീഹ് അല്ലാത്ത പ്രായമുള്ള ആളെക്കാൾ ഫഖീഹിനെ മുന്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഇല്ലത്തിനോട് ഇതിനെതിരാകുന്നല്ലോ എന്ന് തോന്നുന്നു. അതാ പറഞ്ഞാൽ അതിനോട് എതിരല്ല. കാരണം ഈ അന്ന മഹല്ലഹ, കാരണം അങ്ങനെ അവിടെ ആ പിന്നെ പ്രായമുള്ള ആളെ മുന്തിക്കണമെന്ന് പറഞ്ഞ മഹല്ല് ഫി മുത്തശാരിക്കൈനി ഫിൽ ഫിഖ്ഹി, ഫിഖ്ഹിൽ രണ്ടുപേരും പങ്കാകുന്ന പിന്നെ മഹല്ലിലാണ്. അപ്പോൾ അവിടെ ഫഖാന ദുആ ഉൽ അസന്നി അഖറബ ബി ഖിലാഫിഹുന, അവിടെ അപ്പോൾ പിന്നെന്താണ്? അസന്നിൻ്റെ പ്രാർത്ഥന അഖറബായി ബി ഖിലാഫിഹുന. കാരണം ഇവിടെ എന്തായിട്ടില്ല, കാരണം ഇപ്പോൾ ഇവിടെ അങ്ങനെ രണ്ടുപേരും പങ്കായിട്ടില്ലല്ലോ. അതാ പറയുന്നത്. കാരണം ഇപ്പോൾ ഇന്നൽ അസന്ന ലൈസ ദുആഹു അഖറബ, ഇവിടെ പിന്നെ പ്രായമുള്ള ഫഖീഹ് അല്ലാത്ത പ്രായമുള്ള ആളെക്കാൾ ഫഖീഹിനെ മുന്തിക്കണമെന്ന് പറഞ്ഞെടുത്ത് അവിടെ ആ പ്രായമുള്ളവൻ എന്താണ്? അവൻ്റെ ദുആ അഖറബല്ല. കാരണം അന്നഹു ലം യുശാരിക്കിൽ ഫഖീഹ ഫി ഷൈഇൻ, ആ ഫഖീഹിനോട് ഒരു ഷൈഇലും അയാൾ മുശാറക്കത്തായിട്ടില്ല. അതുകൊണ്ട് ആണ് ഇവിടെ അങ്ങനെ പ്രായമുള്ള ഫഖീഹ് അല്ലാത്ത പ്രായമുള്ള ആളെക്കാളും ഫഖീഹിനെ മുന്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇബാറത്ത് നിഹായയുടെ ഇബാറത്താണ് കുറച്ചുകൂടെ വാഹിർ എന്നാണ് ഷെർവാനി പറയുന്നത്. അതേ വിഷയം തന്നെയാണ് ഇവിടെ വിനാചരിതങ്ങളും പറഞ്ഞത്. പിന്നെ വലിൽ അഹക്കി, ഇനി അഹക്കായ ആൾക്ക്, അഹക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ മയ്യത്തിനോട് ഏറ്റവും അക്രബായ വലിയ ഇമാമത്തിന് ഏറ്റവും അക്രബായ ആള്, അയാൾക്ക് ജായിസാണ് എന്ത്? അൽ ഇനാബത്തു, പകരം ആളെ അയാൾക്കാൾ ജായിസാണ്. ഈ നവാബ, ആ അഹക്കായ ലാഹിക്കായ ആള് അല്ലെങ്കിൽ അഹക്കായ ആള് ഓയിബായാലും ശരി, പിന്നെ പകരത്തിന് ആളെ ആക്കാം. ഈ ഖിലാഫിൽ മുസ്തവിയൈനി, എന്നാൽ രണ്ടും ദറജയിൽ സമമായ ആളുകൾക്കെതിരായിട്ട്. അപ്പോൾ ലാബുദ്ദബിൽ ഇനാബത്തി, അപ്പോൾ അവിടെ എന്താണ്? രണ്ടുപേരും ദറജയിൽ സമമാകുമ്പോൾ അവിടെ പകരമാക്കുമ്പോൾ കൂടാതെ കഴിയില്ല. മീൻ ദിവൽ ആഖരി, മറ്റേ ആളുടെ തൃപ്തി കൂടാതെ കഴിയില്ല. പിന്നെ ഖറജ ബി ഖൗലിന, നമ്മുടെ കൗല് കൊണ്ട് പുറപ്പെട്ടു. കുല്ലുൻ അഹ്ലുൻ ലിൽ ഇമാമത്തി എന്ന് മേളി പറഞ്ഞല്ലോ. ആ പറഞ്ഞത് കൊണ്ട് പുറപ്പെട്ടു. വൈറുൽ അഹ്ലി അഹുൽ ഫാസിഖ് വൽ മുബ്തദി, മുബ്തദി ഫാസിഖ് പോലെയുള്ള അഹ്ൽ അല്ലാത്തവർ പുറപ്പെട്ടു. വല്ലദി യത്തജിഹു, മുത്തജിഹായ അഭിപ്രായം അന്നഹു ലാ യുഖദ്ദമു നായിബുഹു, ഈ പറഞ്ഞ ഫാസിഖ് മുബ്തദി പോലെയുള്ളവന്റെ നായിബിനെ മുന്തിക്കപ്പെടൂല. കാരണം അവൻ അർഹനല്ല, അവൻ അർഹനല്ലാത്തതുകൊണ്ട് പിന്നെ അവൻ്റെ അർഹനല്ലാത്തവൻ്റെ നായിബിനെ മുന്തിക്കപ്പെടൂല. അപ്പം പിന്നെ അവിടെ ഇമാമത്തിന് അർഹതയില്ലാത്ത പിന്നെ സ്ത്രീകളുടെ മിൽക്കിലുള്ള അവരുടെ മയ്യത്ത് നിസ്കാരത്തിലും സ്ത്രീകളുടെ നായിബിനെ മുന്തിക്കപ്പെടുമല്ലോ എന്നൊരു ഇഷ്കാലാണ് ഇനി പറയുന്നത്.
ഇന്നമാ ഖുദ്ദിമ ഫി ഇമാമത്തി സ്വലാത്തി ഫി മിൽക്കി നഹ്വി ഇംറാത്തിൻ, സ്ത്രീകളെ പോലെയുള്ളവരുടെ മിൽക്കിലുള്ള പിന്നെ അവരുടെ നിസ്കാരത്തിന്റെ ഇമാമത്തിൽ മുന്തിക്കപ്പെട്ടു നായിബുഹ, അവളുടെ ആ സ്ത്രീയുടെ നായിബിനെ മുന്തിക്കപ്പെടുന്നതാണ്. അത് ദി അന്നഹു ലൈസലി മഅനം ഫി ദാത്തിഹ, അത് ആ സ്ത്രീയുടെ ദാത്തിലുള്ള മാനയ്ക്ക് വേണ്ടിയിട്ടല്ല അവിടെ നായിബിനെ മുന്തിക്കപ്പെടുന്നത്. ബൽ ഖാരിജൻ അൻഹ, അവളെ തൊട്ട് ഖാരിജായ കാര്യമാണ്. വഹുവ, അതെന്താണ്? അൽ മിൽക്കിയത്തു, ഇവിടെ അവൾക്ക് മിൽക്കിയത്തുണ്ട് എന്നതാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ അടിമ, ആ അടിമയിൽ പിന്നെ അവൾക്ക് ആ സ്ത്രീക്ക് എന്ത് ചെയ്യാം? ആ സ്ത്രീക്ക് മറ്റൊരാളെ നായിബാക്കി പിന്നെ ഇമാമത്തിന് നിശ്ചയിക്കാം. അപ്പോൾ ആ നായിബിന് എന്താണ്? മുന്തിക്കപ്പെടുന്നതാണ്. ആ മിൽക്കിയത്ത് വദാലിക, അത് ഗൈറു മൗജൂദിൻ ഹുന, ഇവിടെ ഫാസിഖ് മുഖ്തദി പോലെ ഉള്ളവരിൽ ആ പറഞ്ഞ മാന ഇല്ല മിൽക്കിയത്ത് എന്നുള്ളത്. അതപ്പോൾ അതുകൊണ്ട് അവരുടെ പിന്നെ നായിബിനെ മുന്തിക്കപ്പെടില്ല, ഇവളുടെ നായിബിനെന്ത് ചെയ്യും? മുന്തിക്കപ്പെടുന്നതാണ്. വയുഖദ്ദമുൽ ഹുറുൽ ബാലിഗുൽ അദുലു, നീതിമാനായ പ്രായപൂർത്തിയായ ഹുറിനെ മുന്തിക്കപ്പെടണം. ഞങ്ങൾക്ക് ഹുറ് അൽ ബഈദു, അതും ബഈദായ ഹുറാണ്, സ്വതന്ത്രൻ, അവനെ മുന്തിക്കപ്പെടണം. അലൽ ആബിദിൽ ഖരീബി, മയ്യത്തിന്റെ ഖരീബായ അടിമയേക്കാൾ മുന്തിക്കപ്പെടണം. വലോ അഫ്ഖഹ, ആ ഖരീബായ അടിമ അഫ്ഖഹ ആണെങ്കിലും ശരി, വാസന്ന പ്രായമുള്ള ആളാണെങ്കിലും ശരി, ഔ ഫഖീഹൻ, അല്ലെങ്കിൽ എന്താണ് ഫഖീഹ് ആണെങ്കിലും ശരി മുന്തിക്കപ്പെടണം. ഏതുപോലെ? ക അമ്മിൻ ഹുറിൻ, സ്വതന്ത്രനായ അമ്മിനെ പോലെ, അല അഖിൻ ഖിന്നിൻ, അടിമയായ സഹോദരനേക്കാൾ സ്വതന്ത്രനായ അമ്മിനെ മുന്തിക്കപ്പെടണം. അത് അമ്മുൻ ഹുർ എന്ന് പറഞ്ഞത് ബഈദായ ഹുറാണ്. അഖിൻ ഖിന്നിൻ എന്നുള്ളത് ഖരീബായ അടിമയാണ്. അപ്പോൾ ആ ഖരീബായ അടിമയേക്കാൾ ബഈദായ ഹുറിന് മുന്തിക്കപ്പെടണം. കാണലി അന്നഹു, ആ ഹുർ എന്നുള്ളത് അക്മലു, അതാണ് ഏറ്റവും കമാലിയത്തുള്ളത്. ഫഹുവ ബിൽ ഇമാമത്തി അലിയഫു, അപ്പോൾ അവനാണ് ഇമാമത്ത് കൊണ്ട് ഏറ്റവും ലായക്കായത്. വദുആഹു അഖറബു ലിൽ ഇജാബത്തി, ആ സ്വതന്ത്രന്റെ പിന്നെ പ്രാർത്ഥനയാണ് ഇജാബത്തിലേക്ക് ഏറ്റവും അഖറബായത്. അമ്മ ഹുറുൻ സബിയുൻ, അപ്പോൾ കുട്ടിയായ സ്വതന്ത്രൻ, നമ്മളിപ്പോൾ ബാലിയായ സ്വതന്ത്രനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. കുട്ടിയായ സ്വതന്ത്രനാണെങ്കിൽ യുഖദ്ദമു അലൈഹി, ആ കുട്ടിയായ ഹുറിനേക്കാൾ മുന്തിക്കപ്പെടണം. കിന്നുൻ ബാലികുൻ, പ്രായപൂർത്തിയായ അടിമയെ മുന്തിക്കപ്പെടണം. അണലി അനുഭവ അക്മലു, കുട്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രായപൂർത്തിയായ കിന്നാണ് എന്ത്? അക്മലായവൻ. അപ്പോൾ അതുകൊണ്ട് അമ്മ അബുദുൻ കരീബുൻ, അപ്പോൾ ഇനി കരീബായ അടിമ ആ കരീബായ അടിമ യുഖദ്ദമു, കരീബായ അടിമയെ മുന്തിക്കപ്പെടണം. അൽ ഹുറുൽ അജ്നബിയ, അന്യ സ്വതന്ത്രനേക്കാൾ കരീബായ അടിമയാണ് മുന്തിക്കപ്പെടുന്നത്. അഫാദ, പിന്നെ ബിഹാദ, ഈ പറഞ്ഞ ഇബാറത്ത് കൊണ്ട് പിന്നെ ഫായിദ വെപ്പിച്ചു. മാഫി അസ്ലിഹി യുഖദ്ദമു ഹുറുൽ ബഈദു അലൽ അബ്ദിൽ ഖരീബി എന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞ ഇബാറത്ത് കൊണ്ട് ഫായിദ വെപ്പിച്ചു. മാഫി അസ്ലിഹി, ഇതിന്റെ മിൻഹാജിന്റെ അസ്ലിലുള്ള ഒരു മസ്അലയെ ബില്ലൗല കൊണ്ട് ഫായിദ വെപ്പിച്ചു. എന്താണ്? അന്നൽ ഹുറ ഫിൽ മുസ്തവിയൈനി ദറജതൻ, ദറജയിൽ സമമായവരിൽ, ഒരു ദറജയിൽ രണ്ടുപേരും സമമാണ്, അങ്ങനത്തെ സമമായവരിൽ സ്വതന്ത്രനായ ആള് ഔല, അവനാണ് ഏറ്റവും ഔല എന്ന ആ മിൻഹാജിന്റെ അസ്ലിലുള്ള പിന്നെ മസ്അലയെ ഈ പറഞ്ഞതുകൊണ്ട് ഫായിദ വെപ്പിച്ചു. വയഖിഫു നദ്ബൻ, സുന്നത്തായ നിലയ്ക്ക് നിൽക്കണം. അൽ മുസല്ലി, നിസ്കരിക്കുന്ന ആള്, ജനാസ നിസ്കരിക്കാൻ നിൽക്കുന്ന മുസല്ലി നിൽക്കണം. വലോ അല ഖബീരിൽ മുസ്തഖില്ലി, അത് തനിച്ച് നിസ്കരിക്കുന്നവന്റെ ഖബറിന്റെ മേലുള്ള നിസ്കാരമാണെങ്കിലും ശരി, അല്ലെങ്കിൽ വലോ അല ഖബീരിൻ, അത് ഖബറിന്റെ മേലിൽ നിസ്കരിക്കുകയാണെങ്കിലും മുസല്ലി നിൽക്കണം. എങ്ങനത്തെ മുസല്ലി? അൽ മുസ്തഖില്ലു, മുസ്തഖില്ലായ, പിന്നെ ജമാഅത്തായിട്ടൊന്നും നിസ്കരിക്കല്ല, മഅ്മൂമീങ്ങളൊന്നും ഇല്ലാതെ ഒറ്റക്ക് നിസ്കരിക്കുന്ന മുസല്ലി നിൽക്കണം. എവിടെ നിൽക്കണം? ഇന്ദ റഅസിർ റജുലി, പുരുഷന്റെ തലയുടെ ഭാഗത്ത് നിൽക്കണം. ലിത്തിബായി,
അത് ഇത്തിബാ അങ്ങനെയാണ്. അതിനു വേണ്ടി ഹസനഹു തുർമുദി, തുർമുദി ഇമാമ് ആ ഹദീസിനെ ഹസനാക്കിയിട്ടുണ്ട്. പിന്നെ വ അജുസിഹ, ആ സ്ത്രീയുടെ പിന്നെ അരഭാഗത്ത് നിൽക്കണം. അയിൽ മർഅത്തി, സ്ത്രീയുടെ അജുസിൽ നിൽക്കണം. അതും ലിൽ ഇത്തിബാഇ, അവിടെയും ഇത്തിബാഇന് വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആണ് നിന്ന് നിസ്കരിച്ചിട്ടുള്ളത്. റവാഹു ഷെയ്ഖാനി, ഷെയ്ഖാനി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വമിസ്ലുഹ, സ്ത്രീയെ പോലെയാണ് അൽ ഖുൻസ, ഖുൻസയുടെയും അജ്സിലാണ് നിൽക്കേണ്ടത്. പിന്നെ അതിപ്പോൾ ഇത്തിബാഇന് വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കണം, അജ്സിൽ നിൽക്കണം എന്ന് പറഞ്ഞത്. മറ്റൊന്ന് മുഹാവലത്തൻ ലി സത്രിഹ, ആ സ്ത്രീയെ മറക്കുക എന്ന ശ്രമത്തിന് വേണ്ടിയിട്ടും. അപ്പോൾ മറ്റുള്ളവരെ തൊട്ട് പിന്നെ ആ സ്ത്രീയെ ഒന്ന് മറക്കുക എന്നത് ഇതിലുണ്ട്, ഈ അരഭാഗത്ത് നിൽക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി. അല്ലെങ്കിൽ ഔ ഇദ്ഹാറൻ ലിൽ ഇഅ്തിനാഇ ബിഹി, ഔ എന്നുള്ളത് ഔ അവിടെ അല്ല ഔ ബി മാനൽ വാവി എന്ന് ചെറുവാൻ എഴുതിയിട്ടുണ്ട്. ഔവും വാവിൻ്റെ മാന കായക്കാണ് അല്ല. അപ്പോൾ ആ സത്തറിനെ പരിഗണിക്കുക എന്നതിനെ ലാഹിറാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. ഇനി വലോ ഹദറ റജുലുൻ വ ഉൻസ, ഇനി ഒരു പുരുഷനായ മയ്യത്ത് ഒരു സ്ത്രീയുടെ മയ്യത്ത് രണ്ടും കൂടി എന്ത് ചെയ്തു ഹാജരായി. ഫി താബൂത്തിൻ വാഹിദിൻ, ഒറ്റ പെട്ടിയിൽ രണ്ട് മയ്യത്തും കൂടി ഹാജരായാൽ, അപ്പോ ഫൽ യുറാ ഫിൽ മൗഖിഫി, അപ്പോൾ അവിടെ നിൽക്കുന്നതിൽ പരിഗണിക്കപ്പെടുമോ അർ റജുലു, പുരുഷനെയാണോ പരിഗണിക്കപ്പെടുന്നത്? കാണല്ലേ അന്നഹു അഷറഫു, പുരുഷനാണല്ലോ ഏറ്റവും ഷറഫുള്ള ആള്. ഔ ഹിയ, അല്ലെങ്കിൽ അത് ആ സ്ത്രീയാണോ പരിഗണിക്കപ്പെടുന്നത്? കാണല്ലേ അന്ന ഹഖ് ബി സത്രി, മറക്കൽ കൊണ്ട് ഏറ്റവും ഹക്കായവന് അവളാണല്ലോ, അപ്പോൾ അവളെയാണോ പരിഗണിക്കപ്പെടുന്നത് എന്ന് രണ്ട് ഇഹ്തിമാൽ. അവിൽ അഫ്ളലു ലി ഖുർബിഹി ലി റഹ്മത്തി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് കൂടുതൽ പിന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങാൻ കൂടുതൽ അടുപ്പമുള്ള ഇതിനു വേണ്ടി പിന്നെ ഏറ്റവും അഫ്ളലായ ആളെയാണോ മുന്തിക്കുന്നത്? അയാളുടെ വറഉം തഖ്വയ്ക്ക് കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ഏറ്റവും അടുത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അഫ്ളലായ ആളെയാണോ മുന്തിക്കുക ഇവിടെ? പിന്നെ കാരണം അന്നഹുൽ അഷ്റഫു ഹഖീഖത്തൻ, അതിനാണല്ലോ ഏറ്റവും ഷറഫ് എന്ന് പറയുന്നത്. വറഉം തഖ്വയൊക്കെ കൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങാൻ കൂടുതൽ ഹക്കായ ആള്, അതാണല്ലോ ഏറ്റവും ഷറഫ് എന്നുള്ളത്. അപ്പം ഇവിടെ മൂന്ന് ഇഹ്തിമാലായി. അതാ കുല്ലും മുഹ്തമലിൻ, ഈ പറഞ്ഞ മൂന്നും എന്താണ് സാധ്യതയുള്ളതാണ്, മൂന്നിനെയും പരിഗണിക്കൽ സാധ്യതയാണ്. എന്നാൽ അല്ല സാനിയ, ഇവിടെ രണ്ടാമത് പറഞ്ഞ അവളെ സ്ത്രീയെ പരിഗണിക്കുക എന്ന് പറഞ്ഞതാണ് അഖറബു, ഏറ്റവും അഖറബായത്. അവിടെ നാലാമതൊരു ഇഹ്തിമാലും കൂടി ചെറുവാനി അവിടെ പറയുന്നുണ്ട്. ഇനി അമ്മൽ മഅ്മൂമു, അപ്പം എന്തൊക്കെ പറഞ്ഞ, അപ്പോൾ പിന്നെ ഒരു വെട്ടിയിൽ പിന്നെ പുരുഷനും സ്ത്രീയെയും കൂടെ കൊണ്ടുവന്നാൽ പിന്നെ വിനചിതങ്ങൾ പറഞ്ഞതനുസരിച്ച് സ്ത്രീയെ പരിഗണിച്ചിട്ട് അരയുടെ ഭാഗത്ത് നിൽക്കുക എന്നതാണ്. പിന്നെ ആ പറഞ്ഞതിനൊക്കെ റംലിമാമൊക്കെ മുഅ്തമദാക്കിയിട്ടുണ്ട്. അല്ല സാനിയ അഖറബ എന്ന് പറയും. എഴുത്തമദഹു മുഹമ്മദ് റംലി ഇന്ദ ഹാസിം. പിന്നെ അമ്മൽ മാമൂ, അപ്പം നമ്മൾ പറഞ്ഞു മുസ്തഖില്ലൻ നിന്ന് നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചാണ് ഇങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞു. അമ്മൽ മാമൂമു, അപ്പം മാമൂമ് ആണെങ്കിലോ, മാമൂമ് എവിടെയാണ് നിൽക്കേണ്ടത്? ഇപ്പൊ യഖഫു ഐസു തയസറ, അവന് എളുപ്പമാകുന്ന എവിടെയാണോ അവിടെ നിൽക്കാം, മാമൂമിന് എവിടെ നിൽക്കാം. വൽ അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായത് ഇഫ്റാദു കുല്ലി ജനാസത്തിൻ ബി സലാത്തിൻ, ഓരോ മയ്യത്തിന് ജനാസയെയും ഓരോ നിസ്കാരം കൊണ്ട് ഇഫ്റാദ് തനിപ്പിക്കലാണ് ഏറ്റവും അഫ്ളൽ. പക്ഷെ ഇല്ല ഖശിയത്തിനഹി തഗയ്യുരിൻ ബി തഖീരി, പിന്തിക്കൽ കൊണ്ട് പകർച്ചയാകുക പോലെയുള്ളത് പേടിക്കലോട് കൂടെ ആയാലൊഴികെ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ, അങ്ങനെ പേടിയുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഒന്നായിട്ട് നിസ്കരിക്കലാണ് അഫ്ളൽ. എന്നല്ല ചിലപ്പോൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് തന്നെ വരും. പിന്നെ ഇനി വയജൂസു അലൽ ജനായിസി,
ഈ എല്ലാ ജനായിസകളുടെ മയ്യത്തുകളുടെ മേലിലും ജായിസാണ് സലാത്തുൻ വാഹിദത്തുൻ. കുറേ ജനാസകൾ ഉണ്ടെങ്കിൽ ഒറ്റ നിസ്കാരം അനുവദനീയമാകുന്നതാണ്. ബിരില്ലാ ഔലിയാഇഹിം, ആ ജനായിസകളുടെയൊക്കെ വലികളുടെ തൃപ്തിയോടുകൂടെ ഒരു നിസ്കാരം കൊണ്ട് എന്താകും, മതിയാകുന്നതാണ്, ജായിസാകുന്നതാണ്. ഇത്തഹദു അവ ഇഖ്തലഫു, ആ ജനാസകൾ മുഴുവനും ഒരേ നൗഇലുള്ളതാകട്ടെ അതല്ല വ്യത്യസ്ത നൗഇലാകട്ടെ, ആണും പെണ്ണും ആകട്ടെ, ആണ് മാത്രമാകട്ടെ അല്ലെങ്കിൽ പെണ്ണ് മാത്രമാകട്ടെ, എങ്ങനെ ആയാലും ഒരു നിസ്കാരം കൊണ്ട് മതിയാകുന്നതാണ്. കമാ സഹ അൻ ജംഇ മിന സഹാബത്തി, സഹാബത്തിൽ നിന്ന് ഒരു വിഭാഗം സഹാബത്തിന് തൊട്ട് ആ വിഷയം സഹിയായി വന്നതുപോലെ. ഫി ഉമ്മി കുൽസൂം ബിന്തി അലിയിൻ റളിയല്ലാഹു അൻഹുമാ, അലി റളിയല്ലാഹുവിന്റെ മകളായ ഉമ്മു കുൽസൂം ബിബിയെയും വലദിഹ, ആ കുൽസൂം ബിബിയുടെ വലദിനെയും രണ്ടുപേരെയും കൂടി വേണ്ടിയിട്ടുള്ള നിസ്കാരത്തിൽ അങ്ങനെ ഒറ്റ നിസ്കാരം കൊണ്ട് സഹാബത്ത് ചെയ്തിട്ടുണ്ട്. വഖദ് ഖുദ്ദിമ, ആ വലദിനെ എന്ത് ചെയ്ത് മുന്തിക്കപ്പെട്ടിട്ടുണ്ട്, അലൈഹ, ആ ഉമ്മ കുൽസുമിനേക്കാൾ ഇലാ ജിഹത്തിൽ ഇമാമി, ഇമാമിന്റെ ഭാഗത്തിലേക്ക്. ഇമാമ് നിൽക്കുന്ന ഭാഗത്തേക്ക് മകനെ വെച്ചു, പിന്നെ ഇമാമിന്റെ അടുത്തായിട്ട് മകനെ വെച്ചു, അതിന്റെ പിന്നിലായിട്ട് ഉമ്മയും വെച്ചു. അങ്ങനെയാണ് സഹാബത്ത് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹും. ഇന്ന ഹാദ ഹുവ സുന്നത്തു, എന്നിട്ട് സഹാബത്ത് എന്ത് ചെയ്തു പറഞ്ഞു, ഇന്ന ഹാദ ഹുവ സുന്നത്തു, ഇത് എന്താണ്, ഇതാണ് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ ഇങ്ങനെയാണ് എന്ന് സഹാബത്ത് എന്ത് ചെയ്തു, അത് പറഞ്ഞു. ആ സംഭവത്തെക്കുറിച്ച് അവരുടെ ഖൗല്. ആ വിഷയത്തെ സനാ ചെയ്തുകൊണ്ട് സഹാബത്ത് പറഞ്ഞ വാക്കെന്താ, ഇന്ന ഹാദാ ഹുവ സുന്നത്തു, ഇത് സുന്നത്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് തെളിവ്. ഇനി അടുത്ത വസല്ല ഇബ്നു ഉമറ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയും ചെയ്തതുപോലെ അലാ തിസ്ഇ ജനായിസ, 9 മയ്യത്തുകളുടെ മേൽ, റിജാലിൻ വനിസാ, പുരുഷന്മാരും സ്ത്രീകളുമായ ജനാസകളുടെ 9 ജനാസയുടെ മേൽ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. അവിടെ ഖുദ്ദിമ ഇലൈഹി, ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് മുന്തിക്കപ്പെട്ടത് റിജാലു, പുരുഷന്മാരെയാണ് ഇമാമിനോട് അടുത്ത് വെച്ചത്. അപ്പോൾ ഇത് തെളിവാണ്. മാത്രമല്ല, ഒരു നിസ്കാരം കൊണ്ട് ഈ പറഞ്ഞ മയ്യത്തുകളുടെ എല്ലാം മേലും ഒരു നിസ്കാരം കൊണ്ട് ജായിസാവും എന്ന് പറഞ്ഞ് മറ്റൊരു ഇല്ലത്ത് തെളിവ് പറയാണ്, വലിയ അന്നൽ വറദ മിൻഹ, ഈ ജനാസ നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശ്യം, വറദ ആവശ്യം, അദ്ദുആഉ, അത് പ്രാർത്ഥനയാണ്, വൽ ജംഉ ഫീഹി, ആ ദുആ പ്രാർത്ഥനയിൽ ബഹുവചനമാക്കൽ, മുംകിനുൻ, അത് സാധ്യമായതാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ നിസ്കാരം കൊണ്ട് മതിയാക്കൽ ജായിസാവും. ഇനി വഇദാ ജമഉ വഹദറു മഅൻ, ഇനി അവരെല്ലാവരും എന്ത് ചെയ്തു, ഒരുമിച്ച് കൂടി മയ്യത്തിനെ എല്ലാം ഒരുമിച്ച് എന്താക്കി, ഒരുമിച്ച് കൂട്ടി. അങ്ങനെ വന്നാൽ ആയിക്കോട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം.